സ്വന്തം കാര്യം സിന്ദാബാദ്, സ്വന്തം കുടുംബം സിന്ദാബാദ്, നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സിന്ദാബാദ് എന്ന് പറഞ്ഞ് നടക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്ത് പുന്നപ്ര വയലാർ, എന്ത് രക്തസാക്ഷികൾ, എന്ത് വലിയ ചുടുകാട്. രാജഭരണത്തിനും CPയുടെ ഏകാധിപത്യത്തിനുമെതിരെ പോരാടി മരിച്ച, രണാങ്കണങ്ങളിൽ വെടിയുണ്ടയേറ്റ് മരിച്ചു വീണ രക്തസാക്ഷികളോട് അല്പമെങ്കിലും ആദരവും ആഭിമുഖ്യവും ഉണ്ടായിരുന്നെങ്കിൽ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അല്പം ആദരവുണ്ടായിരുന്നുവെങ്കിൽ അവർ വലിയ ചുടുകാട്ടിൽ സ്മാരകം കെട്ടിപ്പൊക്കുന്നത് സംബന്ധിച്ച് വഴക്കുണ്ടാക്കുമായിരുന്നില്ല. രക്തസാക്ഷി സ്മരണ അവഹേളിക്കപ്പെടുന്നത് കണ്ട് ചെങ്കൊടി പോലും തലതാഴ്ത്തി നിൽക്കുകയാണ്. പുന്നപ്രയിലും വയലാറിലും 1946 രാജാവിനും ദിവാനുമെതിരെ പോരാട്ടം നടത്തി മരിച്ചു വീണവരെ ഒന്നിച്ച് സംസ്കരിച്ച സ്ഥലമാണ് പുന്നപ്രയിലെ വലിയ ചുടുകാട്. അവിടം വിവാദ വിഷയമാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എത്രത്തോളം ഭൂഷണമാണെന്ന് അവരാരും, അല്ലെങ്കിൽ അവരുടെ നേതാക്കളാരും ചിന്തിക്കുന്നില്ല. അവിടെ VS അച്യുതാനന്ദന് വേണ്ടി ഒരു വ്യക്തിഗത സ്മാരകമുണ്ടാക്കുന്നതിന് CPM തീരുമാനിച്ചു. വാസ്തവത്തിൽ അത് വ്യവസ്ഥകൾക്കെതിരാണ്. CPMഉം CPIയുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ധാരണയനുസരിച്ച് അവിടെ ഏതെങ്കിലും ഒരു നേതാവിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രത്യേക സ്മാരകങ്ങൾ ഉയർത്താൻ പാടില്ല. അതിനെ മറികടന്നുകൊണ്ട് VSന് വേണ്ടി ഒരു സ്മാരകം നിർമ്മിക്കാൻ CPM തീരുമാനിക്കുക. അപ്പോൾ CPI സമ്മതിക്കുമോ? ഇത് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ അവരാണത് സംയുക്തമായിട്ട് നോക്കി നടത്തുന്നതും പരിപാലിക്കുന്നതും. അപ്പോൾ CPI സമ്മതിക്കുമോ? ഇല്ല, ഒരിക്കലും സമ്മതിക്കില്ല. അതിൻ്റെ പേരിൽ തർക്കമായി, മാരത്തൺ ചർച്ചകൾ നടന്നു. ഒടുവിൽ TB തോമസിന് വേണ്ടി ഒരു സ്മാരകം കൂടെ നിർമ്മിക്കാം എന്ന ധാരണയിൽ, അതായത് രണ്ടാമതൊരു സ്മാരകം വരട്ടെ, അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലാണ് അത് സംബന്ധിച്ച് തർക്കം അവസാനിച്ചത്. എന്നിട്ടും തീർന്നില്ല. പുന്നപ്ര വയലാറിൻ്റെ ഏറ്റവും പ്രമുഖ നേതാവായിരുന്ന PK ചന്ദ്രാനന്ദൻ്റെ കുടുംബം VSൻ്റെ പേരിൽ സ്മാരകം നിർമ്മിക്കുന്നതിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുക. അവർ CPMൻ്റെ സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ കേന്ദ്ര നേതൃത്വത്തിനും ഒരുപോലെ പരാതി അയച്ചിരിക്കുകയാണ്. വലിയ ചുടുകാടുമായി ബന്ധപ്പെട്ട് നടന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ, മിതമായ ഭാഷയിൽ പറഞ്ഞാൽ, രക്തസാക്ഷികളെയും അവരുടെ സ്മരണകളെയും പ്രസ്ഥാനത്തിനു വേണ്ടി അവരൊഴുക്കിയ ചോരയെയും അപമാനിക്കുന്നതിനും നിന്ദിക്കുന്നതിനും തുല്യമാണ്. രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച പണം, 1 കോടി രൂപയുടെ ഫണ്ട് അമുക്കിയവർ, അല്ലെങ്കിൽ അത് കൈയിട്ട് വാരിയവർ, അവരൊക്കെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പുന്നപ്ര വയലാറിനെ മറന്നുപോയാൽ, അല്ലെങ്കിൽ അതിനെ ആദരിക്കാതിരുന്നാൽ കുറ്റം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പുന്നപ്ര വയലാറിനോളം ചരിത്രമുണ്ട് വലിയ ചുടുകാടിന്. ഈ വലിയ ചുടുകാടെന്ന് പറയുന്നത് കേരളത്തിലെ പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. P കൃഷ്ണപിള്ള, TB തോമസ്, MN ഗോവിന്ദൻ നായർ, R സുഗതൻ, PT പുന്നൂസ്, ജോർജ് ചടയമുറി, KR ഗൗരിയമ്മ, ഏറ്റവും അവസാനം VS അച്യുതാനന്ദൻ. അങ്ങനെ പാർട്ടിയിലൊരു നീണ്ട നിരയ്ക്ക് അവിടെയാണ് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ വിപ്ലവ ചിന്തയുള്ളവരെ സംബന്ധിച്ചിടത്തോളം, അത് കമ്മ്യൂണിസ്റ്റ് ആകട്ടെ മറ്റേതെങ്കിലും പാർട്ടിയാവട്ടെ, അവരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പുന്നപ്ര വയലാർ എന്ന് പറയുന്നത്. വിപ്ലവത്തിൻ്റെയും രക്തസാക്ഷികളുടെയും സ്മരണ ഉറങ്ങുന്ന ആ മണ്ണ് എന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്കൊരു പ്രചോദനമായിരുന്നു, ആവേശമായിരുന്നു. VS അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പുന്നപ്ര വയലാർ അതിൻ്റെ 50 സെൻറ്റ് എഴുതിച്ചത്. അതിനുശേഷം R സുഗതൻ അവിടെ രക്തസാക്ഷി സ്മൃതിക്ക്, അല്ലെങ്കിൽ വലിയ ചുടുകാടിന് ശിലപാകി. അതിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ TB തോമസാണ് അത് സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചത്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ഇരു പാർട്ടികളും തമ്മിൽ ആശയപരമായും എന്നിട്ട് വ്യക്തിപരമായി തന്നെ വലിയ സംഘർഷത്തിൽ നിൽക്കുന്ന സമയമായിരുന്നു. പലപ്പോഴും പരസ്പരം സംസാരിക്കാൻ പോലും തയ്യാറാവാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരുതരം യുദ്ധം തന്നെയാണ് അന്ന് CPIയും പിന്നീടുണ്ടായ CPMഉം തമ്മിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പുന്നപ്ര വയലാറിൻ്റെ, അല്ലെങ്കിൽ വലിയ ചുടുകാടിൻ്റെ കാര്യം വന്നപ്പോൾ അവർ യാതൊരു വിഷമവും കൂടാതെ ഈ സമവായത്തിലേക്ക് എത്തി. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചേർന്ന്
വലിയ ചുടുകാടിൻ്റെ സംരക്ഷണവും നോക്കി നടത്തലും ആവാമെന്ന് തീരുമാനിച്ചു. അന്നാണ് അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക നേതാവിന് വേണ്ടി സ്മാരകം ഉണ്ടാക്കരുത് എന്ന ധാരണ ഉണ്ടായത്. അത് ഇന്ന് വരെ പരിപാലിക്കപ്പെട്ടു പോരുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് CPM ഒരാഗ്രഹം, VS അച്യുതാനന്ദന് അവിടെ ഒരു സ്മാരകം ഉണ്ടാക്കിയാലോ. അതാണ് പിന്നീട് തർക്കത്തിലേക്ക് കലാശിച്ചത്. CPI പിന്നീട് അതിനോട് ചേർന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ കോമഡി മനസ്സായി. പക്ഷേ CPIയുടെ ലക്ഷ്യവും വലിയ ചുടുകാടിൻ്റെ പരിപാവനത സംരക്ഷിക്കണമെന്നുള്ളതായിരുന്നില്ല. അവർക്ക് അവരുടെ ഷെയർ വീതം കിട്ടണമെന്നുള്ളതായിരുന്നു. VSന് സ്മാരകം ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് TV തോമസിന് സ്മാരകം ഉണ്ടാക്കാനുള്ള അനുവാദവും വേണം. അതിനുവേണ്ടിയാണ് അവർ പോരാടിയത്. അല്ലാതെ വലിയ ചുടുകാട് എങ്ങനെ സംരക്ഷിക്കണമെന്നത് സംബന്ധിച്ചുണ്ടാക്കിയിരുന്ന ധാരണകൾ സംരക്ഷിക്കാനല്ല, അതിൻ്റെ പരിപാവനത്വം സംരക്ഷിക്കാനല്ല. അവരെ അന്ത്യവിശ്രമം കൊള്ളുന്നവർ തുല്യരാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാക്കുന്നതിനല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷെയർ വേണം. നിങ്ങൾ VSന് സ്മാരകം ഉണ്ടായിക്കോ, ഞങ്ങളുടെ TVക്ക് സ്മാരകം ഉണ്ടാക്കും. അതായിരുന്നു CPIയുടെ നിലപാട്. അതിനൊക്കെ എതിരെയാണ് ഇപ്പോൾ PK ചന്ദ്രാനന്ദൻ്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. പുന്നപ്ര സ്റ്റേഷൻ ആക്രമണ കേസിൽ ചന്ദ്രാനന്ദൻ 10ാം പ്രതിയായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന നേതാവായിരുന്നു. അദ്ദേഹത്തിന് അവിടെ സ്മാരകമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നത് VSൻ്റെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാക്കുന്നത്, ആദ്യം VSൻ്റെ സ്മാരകം ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. അപ്പോഴാണ് ചന്ദ്രാനന്ദൻ്റെ കുടുംബം രംഗത്ത് വന്നത്. അവർ പറയുന്നത് VSന് വേണ്ടി ഒരു സ്മാരകം ഉണ്ടാക്കിയാൽ അത് ചരിത്രത്തിൻ്റെ നിഷേധമാണ്. അത് മാത്രമല്ല, ഇന്നത്തെ CPMൻ്റെയും CPIയുടെയും സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് കാലക്രമേണ VSൻ്റേതായിട്ട് മാത്രം മാറും. അവിടെ ഒരാൾക്ക് വേണ്ടി മാത്രം അവിടെ സ്മാരകം പണിയാൻ സാധ്യമല്ല, അത് പാടില്ല. അത് മാത്രമല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ഇതുവരെ തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യവും അതിനുള്ള ഉത്തരവും കൂടി ചന്ദ്രാനന്ദൻ്റെ കുടുംബം എഴുതിയ കത്തിൽ കൃത്യമായിട്ട് ഉൾച്ചേർന്നിട്ടുണ്ട്. അതായത് VS അച്യുതാനന്ദനും പുന്നപ്ര വയലാറും തമ്മിലുള്ള ബന്ധം എന്താണ്? പുന്നപ്രയിലും വയലാറിലും നടന്ന ഈ ഐതിഹാസികമായ പോരാട്ടം, അതിൽ VS അച്യുതാനന്ദൻ പങ്കെടുത്തിട്ടുണ്ടോ? അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളതിന് ഇതുവരെ കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അദ്ദേഹം അക്കാലത്ത് പൂഞ്ഞാറിലായിരുന്നുവെന്ന് ലഭ്യമായ രേഖകൾ പറയുന്നു. പട്ടാളത്തിൻ്റെ ബയണറ്റ് കൊണ്ട് കാലിലൊരു പരിക്കേറ്റ് അനങ്ങാൻ പോലും വയ്യാത്ത രീതിയിൽ വിശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ചന്ദ്രാനന്ദൻ്റെ കുടുംബം എഴുതിയ കത്തിൽ ചോദിക്കുന്നു, അതിലിങ്ങനെ പറയുന്നു: ഈ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത് രക്തസാക്ഷി ആയവർക്ക് പോലും ഇവിടെ ഒരു വ്യക്തിഗത സ്മാരകമില്ലാതിരിക്കെ എന്തിനാണ് VSന് മാത്രം ഒരു സ്മാരകം ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് അത് സാധ്യമാവുക? കാരണം അതിൽ പറയുന്നത് ഇതിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളല്ല VS. പിന്നീട് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പാർട്ടിയുടെ പ്രമുഖ സമുന്നത നേതാക്കളിൽ ഒരാളാണ്. പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഭൂമി എഴുതി വാങ്ങിയതെന്ന് പറയുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ സമരത്തിൽ പങ്കെടുത്ത് മരിച്ചു വീണ രക്തസാക്ഷികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ വലിയ ചുടുകാട്ടിൽ VSനെയൊക്കെ അവിടെ സംസ്കരിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ അവിടെ അദ്ദേഹത്തിന് മാത്രം എങ്ങനെയാണ് ഒരു സ്മാരകം ഉണ്ടാകുന്നത് എന്ന് ചന്ദ്രാനന്ദൻ്റെ കുടുംബം ചോദിക്കുന്നു. ചന്ദ്രാനന്ദൻ എന്ന് പറയുന്ന ആൾ ഈ പുന്നപ്ര വയലാർ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു തന്നെ. പറഞ്ഞല്ലോ, 64 പിളർപ്പിൽ ഏറ്റവും സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നിട്ട് പോലും അന്നത്തെ CPMൻ്റെയും CPIയുടെയും നേതാക്കൾ ഈ പുന്നപ്ര വയലാറിൻ്റെ അവിടുത്തെ രക്തസാക്ഷികളുടെ അവരുടെ രക്തം വീണ മണ്ണിനെ ആദരവോടെയാണ് കണ്ടതെങ്കിൽ ഇന്നിപ്പോൾ ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഇടമായിട്ട് അല്ലെങ്കിൽ ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കുക. ഇത് സംബന്ധിച്ച് ബിനോയ് വിശ്വം പറഞ്ഞത് VS അച്യുതാനന്ദൻ്റെ പേരിൽ അവിടെ സ്മാരകം ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല. അതുപോലെ തന്നെ ശരിയാണ് TV തോമസിന് വേണ്ടി അവിടെ സ്മാരകം ഉയരുക എന്നുള്ളത്. TV തോമസ് ആയിരുന്നു സമരത്തിൻ്റെ ഒരു നേതാവ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അഖില ട്രാവൻകൂർ തൊഴിലാളി യൂണിയൻ, ഓൾ ട്രാവൻകൂർ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. അദ്ദേഹമാണ്, അല്ലെങ്കിൽ ആ സംഘടനയാണ് പുന്നപ്ര വയലാറിലെ പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ പോരാട്ടത്തിന് അനുമതി നൽകുന്നത്. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ വിനയവിശ്വം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്മാരകം വരുന്നതിൽ തെറ്റില്ലെന്നാ. അപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇനി അവിടെ മറ്റൊരാൾക്ക് അത്തരത്തിലുള്ള സ്മാരകങ്ങൾ പാടില്ല എന്ന് വീണ്ടും തീരുമാനിച്ചിട്ടുണ്ടെന്ന്.
അപ്പോൾ VS ഉണ്ടാവും, അവിടെ TV തോമസ് ഉണ്ടാവും. P. കൃഷ്ണപിള്ളയെ പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബീജാഭാവം നൽകിയ ആളുകളെ വരെ അവിടെ സംസ്കരിച്ചിട്ടുണ്ട്. അവരവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവർക്കൊന്നുമില്ലാത്ത സ്മാരകം എങ്ങനെ VSന് വേണ്ടി അല്ലെങ്കിൽ TVക്ക് വേണ്ടി ഉണ്ടാകുന്നു? പറഞ്ഞല്ലോ, VS പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തു എന്നതുപോലും സംശയാസ്പദമായ കാര്യമാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ നായകസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ചരിത്ര നിർമ്മിതികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെ ശാശ്വതവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ടാണ് ഇപ്പോൾ വലിയ ചൂടുകാട്ടിൽ VSന് സ്മാരകം നിർമ്മിക്കുന്നത് എന്ന് പലരും കരുതുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. പുന്നപ്ര വയലാറിലെ രക്തസാക്ഷികൾക്കും അവരുടെ സ്മരണയ്ക്കും ഇതുപോലൊരു അവമതിപ്പുണ്ടാകുന്നതിൽ ഇപ്പോഴത്തെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അവരുടെ നേതാക്കൾക്കും വലിയ പ്രശ്നമുണ്ടാവില്ല. അവരിപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുക. ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റമൊക്കെ വിട്ട് ഏതാണ്ട് ഒരു കോർപ്പറേറ്റ് സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ 2 പാർട്ടികൾ നേതൃത്വം കൊടുത്ത ഇടതുമുന്നണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാൽ തിരസ്കൃതമായി. അവർക്കിതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. പക്ഷേ സാധാരണക്കാരായ സഖാക്കൾ ഇതൊക്കെ കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്.